എന്താടാ പ്രശ്നം? പ്രശ്നം കുറച്ച് ഗുരുതരമാണല്ലോ മക്കളെ. ഈ പറയുന്ന വ്യക്തി മനാഫ്കയാണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ പക്ഷേ അതിലൊരു തിരുത്തുണ്ട്. ഇവിടെ മോള് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങൾ എന്താണ് ജനങ്ങൾ മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താണ് ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തണം. ഒന്ന് ആലോചിക്കുമ്പോ ഇതൊന്നും വേണ്ടായിരുന്നല്ലേ. പോട്ടടാ, നീ വാ. ഈ മനാഫ്കയ്ക്ക് ആണെങ്കിൽ പോലും അവിടെ എന്താണ് അവർ ഉദ്ദേശിച്ചത് മാൽപ്പയായിട്ടുള്ള അതെടുക്കുക, വീഡിയോ ഇടുക, അതിന് വ്യൂവേഴ്സ് കൂട്ടുക, ആ ഒരു കാര്യമാണ് അവരുദ്ദേശിച്ചത്. ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ വേമോളെ. ഇയാൾക്ക് ഇത് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണം. നീ ഒരു പാവാ, അവന്മാര് നിന്നെ വിഴുങ്ങും. പല രീതിയിൽ നിന്ന് പല കോണിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് എന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനൊന്നും പറയാൻ പാടില്ല മോനെ. നല്ല പഴുക്കാ ചോറിലുകൊണ്ട് 10 പെട ചന്തിക്ക് കിട്ടേണ്ടത് ആർക്കാന്നറിയോ? ആ തലതെറിച്ച പെണ്ണിന്, ആൻ മാത്യൂസിന് അല്ല, എനിക്ക്. എന്നാലേ പുലിവാല് പിടിക്കണ ഈ സ്വഭാവം മാറൂ. ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. എല്ലാരും ഒറ്റപ്പെടുത്തും. ജീവിതമല്ലേ അച്ചോ, സന്തോഷവും സങ്കടവും ഒക്കെ മാറി മാറി വരും. പിന്നല്ലാതെ പറഞ്ഞത് നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന എന്തിനാടാ വടി കൊടുത്ത് അടി മേടിക്കുന്നത്? ഇപ്പം ഈ വിഷയങ്ങളൊക്കെ അർജുനന് എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലത് എനിക്ക്. ഗോപി, സുരേന്ദ്ര, നീ വിഷമിക്കാതെ. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. ഒരു സംശയവും വേണ്ട, സത്യം പുറത്തു വന്നിരിക്കും.